അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തൻ്റെ 20-ദിന സമാധാന പദ്ധതിയുടെ പൂർണ്ണരൂപം പുറത്തുവിട്ടിരിക്കുന്നു. ഈ പദ്ധതി ന്യൂ ഗാസ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഗസയെ ഭീകരവിമുക്തവും സമൃദ്ധവുമായ മേഖലയാക്കി മാറ്റാനുള്ള സമഗ്രമായ റോഡ് മാപ്പാണെന്നാണ് അവകാശപ്പെടുന്നത്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഈ സംഘർഷത്തിൽ ഗസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും അവസാനം വന്ന കണക്കുകൾ പ്രകാരം 2025 സെപ്റ്റംബർ 28 വരെ 66,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,68,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിൻ്റെ കൈവശം ഇപ്പോഴും ഏകദേശം 50 ഇസ്രായേലി ബന്ദികൾ ശേഷിക്കുന്നുമുണ്ട്. അതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഉൾപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ട്രംപിൻ്റെ പുതിയ നിർദ്ദേശത്തെ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഹമാസ് ഇത് പരിശോധിച്ച് വരികയാണെന്നാണ് BBC ന്യൂസും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത്. റോയിട്ടേഴ്സ്, AP ന്യൂസ്, BBC, അൽ ജസീറ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പദ്ധതി ഒരുപക്ഷെ യുദ്ധത്തിന് ഉടനടി അന്ത്യം വരുത്തുകയും ഗാസയുടെ പുനർനിർമ്മാണം, സുരക്ഷിത ഭരണം, സാമ്പത്തിക വികസനം എന്നിവ ഉറപ്പാക്കുകയും എന്നൊക്കെ അവകാശപ്പെടുന്നു. പദ്ധതിയുടെ പ്രധാന സത്ത എന്ന് പറയുന്നത് ഒരു 20-ഇന പദ്ധതിയാണ്. 2020 ട്രംപിൻ്റെ ഡീൽ ഓഫ് ദി സെഞ്ചുറി സമാധാന പദ്ധതിയുടെ തുടർച്ചയായി കാണപ്പെടുന്നു. ഇത് അബ്രഹാം അക്കോർഡുകളിലൂടെ ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം ഉറപ്പാക്കിയതുപോലെ ഇതും സാധ്യമാകുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ബന്ദികളുടെ മോചനം, സൈനിക പിൻവലിപ്പ്, ഹമാസിൻ്റെ നിരായുധീകരണം, അന്താരാഷ്ട്ര മേൽനോട്ടത്തിലുള്ള ഇടക്കാല ഭരണം, ഗസയുടെ സാമ്പത്തിക പുനരുദ്ധാരണം എന്നിവയൊക്കെ ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളുന്നു. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ട്രംപ് നേതൃത്വം നൽകുന്ന ബോർഡ് ഓഫ് പീസ് എന്ന ഇടക്കാല സമിതി ഗാസയുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും പിന്നീട് പരിഷ്കരിച്ച പലസ്തീൻ അതോറിറ്റിക്ക് ഭരണം കൈമാറുകയും ചെയ്യും. BBC റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നെതന്യാഹു ട്രംപുമായുള്ള സംഭാഷണത്തിൽ ഈ പദ്ധതി ഗാസയെ ഭീകരവിമുക്തമാക്കുകയും സമാധാനപരമാക്കുകയും ചെയ്യുന്നതിനുള്ള നല്ലൊരു തുടക്കമെന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. ഹമാസ് അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ പ്രധാന നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണ്. പക്ഷേ ഗസയിൽ യുദ്ധത്തിന്റെ തീവ്രതയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 9 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ട സാഹചര്യമാണ്. OCHA റിപ്പോർട്ട് പ്രകാരം ഗസയിൽ 80%-ലധികം വീടുകളും നശിച്ചിട്ടുണ്ട്. 2 മില്യൺ ജനങ്ങൾക്ക് താമസിക്കാൻ ഒരിടവുമില്ലാതെയായി. ഭക്ഷണക്ഷാമം 90% ജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഈ പദ്ധതിയുടെ 20 നിർദ്ദേശങ്ങളും വിശദമായി നോക്കുകയാണെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച ആ 20-ദിന പദ്ധതി ഇങ്ങനെയൊക്കെയാണ്. ഒന്നാമത്തേത്, ഗസ ആകമാനം നിരായുധീകരിക്കുകയും അയൽപക്കത്തിന് അഥവാ ഇസ്രായേലിന് ഭീഷണിയാകാത്ത ടെറർ ഫ്രീ സോൺ ആക്കുകയും ചെയ്യും. 2, ആവശ്യത്തിലേറെ ദുരിതമനുഭവിച്ച ഗസ നിവാസികൾക്ക് ഉപകരിക്കും വിധത്തിൽ പ്രദേശം പുനർനിർമ്മിക്കും. 3, ഇരുപക്ഷവും ഈ പദ്ധതി അംഗീകരിക്കാൻ ധാരണയിലെത്തിയാൽ യുദ്ധം ഉടനടി അവസാനിപ്പിക്കും. ഇസ്രായേലി സൈന്യം നടപടികൾ നിർത്തിവെക്കുകയും ക്രമേണ ഗസയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി സൈന്യം സംബന്ധിച്ച നിരയിലേക്ക് പിൻവാങ്ങും. ഈ സമയത്ത് വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കും. യുദ്ധ നടപടികൾ മരവിപ്പിക്കും. 4, കരാർ അംഗീകരിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രഖ്യാപിച്ച് 72 മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കും. 5, ബന്ദികൾ തിരിച്ചെത്തിയാൽ ഉടൻ ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട 250 തടവുകാരെയും 2023 ഒക്ടോബർ 7 ശേഷം അറസ്റ്റിലായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 1700 പേരെയുമാണ് ഇസ്രായേൽ വിട്ടയക്കുക. ഇസ്രായേൽ കൈവശം വെച്ച ഫലസ്തീനുകളുടെ മൃതദേഹവും വിട്ടുകൊടുക്കും. 6, ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന സഹവർത്തിത്വത്തിനും ആയുധങ്ങൾ ഉപേക്ഷിക്കാനും തയ്യാറാകുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. ഗസ വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യത്തേക്ക് സുരക്ഷിത പാത അനുവദിക്കും. 7, കരാറിൽ തീരുമാനമായാൽ ഗസയിലേക്ക് ഭക്ഷ്യ ആരോഗ്യ സഹായ വിതരണം ആരംഭിക്കും. പ്രതിദിനം 600 ട്രക്കുകളാണ് അനുവദിക്കുക. 2025 ജനുവരി 19 കരാർ പ്രകാരമുള്ള മാനുഷിക സഹായമാണ് അനുവദിക്കുക. വൈദ്യുതി, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കും. ആശുപത്രികളുടെയും ബേക്കറികളുടെയും പുനരധിവാസം, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും അടഞ്ഞ റോഡുകൾ തുറക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവേശനം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 8, ഇരുവിഭാഗത്തിൻ്റെയും ഇടപെടലില്ലാതെ സഹായങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും. UN-ഉം റെഡ് ക്രസൻറ്റും ഇരു കക്ഷികളുമായും ഒരു തരത്തിലും ബന്ധമില്ലാത്ത മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും അതിന് നേതൃത്വം വഹിക്കും. റഫ അതിർത്തി ഇരുഭാഗത്തേക്കും തുറക്കും. 2025 ജനുവരി 19 കരാറിന് കീഴിൽ നടപ്പിലാക്കിയ അതേ സംവിധാനത്തിന് വിധേയമായിരിക്കും റഫ ക്രോസിംഗ് തുറക്കുന്നത്. 9, ഗസ ഭരണത്തിന് ഫലസ്തീനി ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന താൽക്കാലിക ഇടക്കാല ഭരണ സംവിധാനം കൊണ്ടുവരും.
അറബ് യൂറോപ്യൻ സഖ്യകക്ഷികളുടെ അഭിപ്രായം തേടി US സ്ഥാപിക്കുന്ന പുതിയ അന്താരാഷ്ട്ര ഭരണ സംവിധാനം ഇത് നിരീക്ഷിക്കും. ഈ കമ്മിറ്റിയിൽ യോഗ്യതയുള്ള ഫലസ്തീനികളും അന്താരാഷ്ട്ര വിദഗ്ധരും ഉണ്ടാകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ഇതിന് നേതൃത്വം വഹിക്കുക. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീൻ അതോറിറ്റി തങ്ങളുടെ പരിഷ്കരണം പൂർത്തീകരിക്കും വരെ അന്താരാഷ്ട്ര ഭരണ സംവിധാനം തുടരുകയും ചെയ്യും. 10ാമത് ആധുനിക മിഡിൽ ഈസ്റ്റ് നഗരങ്ങൾ നിർമ്മിച്ച് പരിചയമുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗസ പുനർനിർമ്മിക്കാൻ ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കും. നിക്ഷേപവും തൊഴിലും ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കും ഈ പ്ലാൻ തയ്യാറാക്കുക. 11ാമത് കുറഞ്ഞ താരിഫ് നിരക്കുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖല തന്നെ സ്ഥാപിച്ചെടുക്കും. 12ാമത് ആരെയും ഗസയിൽ നിന്ന് നിർബന്ധിച്ച് പുറത്താക്കില്ല. പുറത്തു പോകാൻ താല്പര്യമുള്ളവർക്ക് പോവുകയോ മടങ്ങി വരികയോ ചെയ്യാം. അതേസമയം ഗസയിൽ തന്നെ തുടരാൻ ഗസക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. 13ാമത് പ്രത്യക്ഷമായോ പരോക്ഷമായോ അല്ലാതെയോ ഗസ ഭരണത്തിൽ ഹമാസിന് ഒരു റോളും ഉണ്ടാകില്ല. ടണലുകൾ ഉൾപ്പെടെ മുഴുവൻ സായുധ സംവിധാനങ്ങളും തകർക്കും. മാത്രമല്ല പുതിയ സായുധ സംവിധാനങ്ങൾ സൃഷ്ടിക്കാനും അനുവദിക്കില്ല. നിരായുധീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ സ്വതന്ത്ര നിരീക്ഷകരെ നിയോഗിക്കും. നിരായുധീകരണം ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് കീഴിൽ കൊണ്ടുവരും. സമ്പന്നമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും അയൽക്കാരുമായി സമാധാനപരമായ സഹവർത്തിത്വത്തിനും പുതിയ ഗസ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമായിരിക്കണം. 14ാമത് ഹമാസും മറ്റ് ഗസ ഗ്രൂപ്പുകളും ഉറപ്പുകൾ പാലിക്കുന്നുവെന്നും ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്നും ഉറപ്പുവരുത്താൻ മേഖലയിലെ സഖ്യരാഷ്ട്രങ്ങളുടെ സുരക്ഷ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തും. 15ാമത് അറബ് മറ്റ് രാജ്യാന്തര സംവിധാനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് US ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വികസിപ്പിക്കുകയും ഉടനടി തന്നെ ഈ സേനയെ ഗസയിൽ വിന്യസിക്കുകയും ചെയ്യും. സേന ദീർഘകാല ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുകയും ഇതോടൊപ്പം ഫലസ്തീൻ പോലീസ് സേനയെ പരിശീലിപ്പിക്കുകയും ചെയ്യും. 16ാമത് ഇസ്രായേൽ ഗസയിൽ കയ്യേറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാൻ പാടില്ല. ക്രമേണ ISFന് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് പ്രദേശം കൈമാറി IDF ഫലസ്തീനിൽ നിന്ന് പിൻവാങ്ങും. പരിശീലനം നേടിയ ഫലസ്തീൻ പോലീസുമായി ചേർന്നാണ് ISF പ്രവർത്തിക്കുക. ഈജിപ്തും ജോർദാനും ഇക്കാര്യം ഉറപ്പുവരുത്തും. അയൽ രാജ്യങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഗസ ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. 17ാമത് ഈ നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്താൽ മേൽപ്പറഞ്ഞ പോയിന്റുകൾ ടെറർ ഫ്രീ മേഖലകളിൽ നടപ്പാക്കും. അവിടെ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് ക്രമേണ IDF കൈമാറും. ഹമാസ് അംഗീകരിച്ചില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന സൂചന കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. 18ാമത് ഗസ ജനതയെ തീവ്രവാദ മനോഭാവം മുക്തമാക്കാനുള്ള പദ്ധതി തുടങ്ങും. ഇതിനായി വിവിധ മതസംവാദവും മറ്റും സംഘടിപ്പിക്കും. 19 ഗസ പുനർനിർമ്മാണവും പുരോഗമിക്കുമ്പോൾ ഫലസ്തീൻ അതോറിറ്റിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. ഇതിനൊപ്പം ഫലസ്തീൻ രാഷ്ട്ര സ്ഥാപനത്തിനുള്ള വിശ്വാസയോഗ്യമായ മാർഗരേഖ നിലവിൽ വരും. 20ാമത് സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഇസ്രായേലിനെയും ഫലസ്തീനികളെയും പ്രാപ്തരാക്കുന്നതിന് US-ന്റെ നേതൃത്വത്തിൽ ഫലസ്തീനും ഇസ്രായേലിനും ഇടയിൽ ചർച്ചകൾ നടത്തും. എന്നാൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം എന്നത് ഇപ്പോഴും അവ്യക്തമായ സാധ്യതയായി മാത്രമേ ഇവിടെ ഉയർത്തിക്കാട്ടപ്പെടുന്നുള്ളൂ. ഈ ദി ഗാർഡിയനും ഇത് തന്നെയാണ് നിരീക്ഷിച്ച് വ്യക്തമാക്കുന്നത്. ഗസയിലെ ചർച്ചകളിൽ ഖത്തർ ഒരു നിർണായക പങ്കാളിയായി തുടരുകയും ഏറ്റവും പുതിയ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഹമാസിനെ പ്രേരിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നൊക്കെയാണ് വാഷിംഗ്ടണും പ്രതീക്ഷിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുമായി ട്രംപ് തന്റെ ഗസ പദ്ധതി വിശദീകരിച്ചിട്ടുണ്ട്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവർ ഭാവി ഗസയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്നാണ് സൂചന. ഇക്കാര്യം ബ്രിട്ടീഷ് സർക്കാരും സൂചിപ്പിച്ചിട്ടുണ്ട്. സമാധാന പുനരുദ്ധാരണ പദ്ധതികളിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും കൂടെ കൂട്ടുമെന്നാണ് സൂചന. ഗസയെ ഇസ്രായേലിനെ കൊണ്ട് നശിപ്പിച്ച ശേഷം ഏറ്റെടുത്ത് സ്വന്തം താല്പര്യങ്ങൾ നടപ്പാക്കാനാണോ US നീക്കമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനെ US എതിർക്കുന്നതും ട്രംപിന്റെ പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇസ്രായേലിനെ കൊണ്ട് വെടിനിർത്തൽ അംഗീകരിപ്പിക്കുകയാണ് ട്രംപിന് മുന്നിൽ ഇനിയുള്ള വഴിയെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.